മാധ്യമ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ജനാധിപത്യം അവസാനിക്കുമെന്ന് ഹൈക്കോടതി. സത്യവും മിഥ്യയും എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയണമെങ്കിൽ മാധ്യമങ്ങൾ ഉണ്ടാകണമെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. ജയിലിൽ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയതിന് റിപ്പോർട്ടർ ടിവിയിലെ 2 മാധ്യമപ്രവർത്തകർക്കുമേൽ ചുമത്തിയ കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ വിധി. മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ച് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ വിധിന്യായത്തിൽ ഇങ്ങനെ എഴുതി: മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൽ അനിവാര്യമാണ്. സത്യവും മിഥ്യയും എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയണം. എങ്കിലേ ജനാധിപത്യ ക്രമത്തിൽ ശരിയായി പങ്കാളിയാകാനാകൂ. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് തൂലിക. എന്തെന്നാൽ മനസ്സുകളെ മാറ്റാനും ലോകത്തെ രൂപപ്പെടുത്താനും തൂലികയ്ക്ക് കഴിയും. തൂലിക ഉപയോഗിക്കുമ്പോൾ മാധ്യമങ്ങൾ ജാഗ്രത പാലിക്കണം. റിപ്പോർട്ടിംഗിലെ നേരിയ പിഴവുകൾ പോലും വ്യക്തിയുടെ സ്വകാര്യതയും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെയും ബാധിക്കും. അതിനാൽ ജാഗ്രതയോടെ മാധ്യമപ്രവർത്തനം നടത്തണമെന്നുമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. സുളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ടെന്നി ജോപ്പനെ പത്തനംതിട്ട ജില്ലാ ജയിലിൽ വെച്ച് ദൃശ്യവൽക്കരിക്കാൻ ശ്രമിച്ച കേസ് റദ്ദാക്കിയ വിധിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. ജയിലിനുള്ളിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചത് ജയിൽ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നായിരുന്നു ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ടിവിയിലെ മാധ്യമപ്രവർത്തകരായിരുന്ന പ്രദീപ് സി നെടുമൺ, പ്രശാന്ത് എന്നിവർക്കെതിരെ പത്തനംതിട്ട പോലീസ് കേസെടുത്തു. റിപ്പോർട്ടർ ടിവി നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ നിയമവിരുദ്ധമല്ലെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കേസിലെ എഫ്ഐആറും തുടർ നടപടിക്രമങ്ങളും റദ്ദാക്കി. ചില ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന മാർഗം നിയമത്തിന്റെ കണ്ണിൽ ശരിയാക്കണമെന്നില്ല. അതിലൊന്നാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ. വ്യക്തികളെ ലക്ഷ്യമിട്ടോ ദുരുദ്ദേശപരമായോ ആണ് സ്റ്റിംഗ് ഓപ്പറേഷനെങ്കിൽ നിയമത്തിന്റെ പിന്തുണ ലഭിക്കില്ല. എന്നാൽ റിപ്പോർട്ടർ ടിവിയിലെ മാധ്യമപ്രവർത്തകർ ചെയ്ത സ്റ്റിംഗ് ഓപ്പറേഷൻ ദുരുദ്ദേശപരമായിരുന്നില്ല. സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു സ്റ്റിംഗ് ഓപ്പറേഷൻ. റിമാൻഡ് തടവുകാരന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയില്ല. പകർത്താൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തത്. ഇതിൽ കുറ്റകൃത്യം ചെയ്യുകയെന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല. നിയമത്തെ ലംഘിക്കുകയെന്നതും മാധ്യമപ്രവർത്തകരുടെ ലക്ഷ്യമായിരുന്നില്ല. വാർത്ത മാത്രമായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ലക്ഷ്യം. ഈ സാഹചര്യത്തിൽ കേസിലെ എഫ്ഐആറും തുടർ നടപടികളും റദ്ദാക്കുന്നുവെന്നാണ് ഹൈക്കോടതിയുടെ വിധി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ട്.